ഹായ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഫ്രം അഗെയിൻ റിറ്റ്സ് എജു. ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടുള്ളത് തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ ബിസിനസ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ഉള്ള പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ എൻ്റെ ലിങ്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് കൈ കൊണ്ട് ഇത് സ്വീകരിക്കുക. എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റാണ് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അത് നിങ്ങൾ കോൺടാക്ട്സിലുള്ള മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഇനിയും ഒരുപോലെ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മുന്നോട്ട് നീങ്ങി നമ്മൾക്ക് ഈ കോവിഡ് കാലഘട്ടത്തെ എന്തുകൊണ്ടാലും എന്ത് തന്നെയായാലും വിജയത്തോടെ സ്വീകരിക്കാം. അതിന് നിങ്ങളെല്ലാവരും ഇത് പഠിച്ചൊന്ന് സഹകരിച്ച് തരാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ഫാമിലി റിറ്റ്സ് എജു എന്ന് പറയുന്ന ഫാമിലി 1K+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ ബിസിനസ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ്, നോട്ട് ദ ഷുവർ ക്വസ്റ്റ്യൻ ബട്ട് പോസിബിൾ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാനേജറൽ ഇക്കണോമിക്സ്. ഇതിൻ്റെ ഒന്നും ഡെഫിനിഷൻ്റെയോ മീനിങ്ങിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ തന്നെ അറിയാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കോപ്പാണ്. കാരണം മൈക്രോ എന്ന് പറയുന്നത് സ്മോളും മാക്രോ ബിഗും ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ഡിവിഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് വാട്ട് ആർ ദ factors affecting the law of demand. അപ്പോൾ law of demand എന്ന് പറഞ്ഞാൽ according to Samuelson, law of demand states that people will buy more at low prices and buy less at higher prices. അതാണ് സാമുവൽസൻ്റെ ഭാഷയിൽ law of demand പറയുന്നത്. പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ്. കുറച്ച് പൈസക്ക് കൂടുതൽ വാങ്ങിക്കും, കൂടുതൽ പൈസക്ക് കുറച്ച് വാങ്ങിക്കും. അതാണ് ഇതിൻ്റെ ലോയിൽ പറയുന്നത്. ദെൻ അതിൻ്റെ എക്സംഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി കമോഡിറ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് കുറയും. അതുപോലെ നേച്ചർ ഓഫ് ദ കമോഡിറ്റിൻ്റെ സ്വഭാവം. ദെൻ അതുപോലെ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്, വെൽത്ത് ഓഫ് ദ കൺസ്യൂമേഴ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ആർട്ടിക്കിൾസ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി. എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സംഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, പൊതുവേ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയും. ദെൻ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ടു ബി പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ അറ്റ് എ ഗിവൺ ഡേറ്റ് ഫോർ ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ദ മാർക്കറ്റാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലോ ഓഫ് ഡിമാൻഡിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആ ലോ ഓഫ് ഡിമാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കുത്തനെ ഡൗൺവേർഡ് ട്രെൻഡിലാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ. ബട്ട് സർട്ടൻ സിറ്റുവേഷൻസ് ദിസ് ലോ ഓഫ് ഡിമാൻഡ് will not hold true. ഇങ്ങനെയല്ല ഉണ്ടാവുക, സ്ലോപ്സ് ഡൗൺവേർഡ്സ് അല്ല. അപ്പോൾ ആ സിറ്റുവേഷൻ ഏതാണോ അതാണ് നമ്മൾ എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ഇൻഫീരിയർ ഓർ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇൻഫീരിയർ ഓർ ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫൻ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൈസ് ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ബൈ ലെസ് quantities of a commodity at lower prices and more quantity of a commodity at high prices. So the law of demand does not apply to this kind of inferior goods. For example, inferior goods ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് യൂസ്ഡ് കാറൊക്കെ ഇതിൻ്റെ അകത്ത് വരും.
അതുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡ് ഈ പറയുന്ന ഇൻഫീരിയർ ഓർ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ അത് എക്സംഷൻ ഉണ്ട്. ദെൻ സെക്കൻഡ് പറയുന്നത് പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are certain goods which are to be purchased because of their status value. അതായത് നമ്മൾ എത്ര തന്നെ പ്രൈസ് ഉണ്ടായാലും നമ്മൾ സ്റ്റാറ്റസ് സിമ്പലിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് എക്സെട്ര. അപ്പോൾ അതൊക്കെ ഇട്ട് നടന്നാൽ ഒരു സ്റ്റാറ്റസ് വാല്യൂ ഉണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ. അപ്പോൾ എത്ര തന്നെ പ്രൈസ് ഉണ്ടായാലും നമ്മൾ അത്തരത്തിലുള്ള കമോഡിറ്റീസിൻ്റെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറക്കൂല, അത് സ്റ്റാറ്റസ് സിമ്പലിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്റ്റീജ് ഗുഡ്സിൻ്റെ കേസിലും ഈ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ലോ ഓഫ് ഡിമാൻഡിൻ്റെ പ്രകാരം നമ്മൾ പറയുന്നത് പ്രൈസ് കുറയുമ്പം കൂടുതൽ പർച്ചേസ് ചെയ്യുകയും അതുപോലെ പ്രൈസ് കുറയുമ്പം കൂടുതൽ പർച്ചേസ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം പ്രൈസ് കൂടുമ്പം കുറച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്യുകയാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രസ്റ്റീജ് ഗുഡ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ ഈ ലോ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. So the law of demand will not apply to such prestigious goods. അപ്പോൾ prestigious ഗുഡ്സിന് വേറൊരു പേരാണ് വെബ്ലൻ ഗുഡ്സ്, VEBLEN, വെബ്ലൻ ഗുഡ്സ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന് വേറൊരു പേരാണ് ഗിഫൻ ഗുഡ്സ്. അപ്പോൾ പിന്നെ വേറെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സംഷനിൽ പറയുന്നത് ഡിമാൻഡ് ഫോർ നെസസറീസ്, അതായത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എത്ര തന്നെ പ്രൈസ് ഉണ്ടായാലും നമ്മളത് വാങ്ങിക്കും. അപ്പോൾ പ്രൈസ് കുറയാൻ നമ്മൾ വെയിറ്റ് ചെയ്യൂല. ദ ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അപ്ലൈ ടു ദ നെസസറി ഗുഡ്സ് വാട്ട് എവർ ബി ദ പ്രൈസസ് വി മേ ബൈ സച്ച് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് സോൾട്ട്, ഉപ്പ് നമ്മൾക്ക് അത്യന്താവശ്യമായ മെഡിസിൻസ്, നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത നെസസറി ഗുഡ്സാണ്. വാട്ട് എവർ ബി ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ദ കൺസ്യൂമേഴ്സ് വിൽ ബൈ ദാറ്റ് കമോഡിറ്റി അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ നെസസറീസിൻ്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ എമർജൻസി, ഡ്യൂറിങ് നാഷണൽ എമർജൻസീസ് ലൈക്ക് വാർ ഓർ സിവിൽ വാർ, അങ്ങനെ എന്തെങ്കിലും യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പിന്നെ എമർജൻസി കേസിൽ എത്ര തന്നെ പ്രൈസ് ഉണ്ടായാലും നമ്മൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറയൂല. നമ്മൾ കൺസ്യൂമേഴ്സ് ഫിയർ ദാറ്റ് ദ പ്രൈസസ് വിൽ റൈസ് ദെൻ ദേ ബൈ മോർ ടു കീപ് സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ നീഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ലോ ഓഫ് ഡിമാൻഡ് എക്സംഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡിമാൻഡ് കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് പിന്നെ ഡൗൺവേർഡ്സിലേക്ക് എപ്പോഴും സ്ലോപ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഡൗൺവേർഡ്സ് ആകുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പിന്നെ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് അഗെയിൻ അനദർ 1 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ കമ്മോഡിറ്റി തന്നെ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പം ഓരോ അഡീഷണൽ യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ അതന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നുകൊണ്ടേ നിൽക്കുമ്പോൾ ഓരോ യൂണിറ്റ് അഡീഷണൽ യൂണിറ്റ് നമ്മൾ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരും. അതാണ് ശരിക്കും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഡിമാൻഡ് കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആവും. പിന്നെ നെക്സ്റ്റ് കാരണം പറയുന്നത് ഇൻകം ഇഫക്റ്റാണ്. ഇൻകം ഇഫക്റ്റിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ഓൺ എ ഫോൾ ഓഫ് പ്രൈസസ്. പ്രൈസ് കുറയുമ്പം നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി റൈസസ് ദ ഓപ്പോസിറ്റ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഇഫക്റ്റിൻ്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതായത് കൺസ്യൂമേഴ്സ് ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ കമോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റ്ലിയർ കമോഡിറ്റി. നമ്മൾ എപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ ഇതാണ് ഒരു സ്വഭാവമാണ്. നമ്മളൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഗുഡ്സിൻ്റെ പ്രൈസ് നമ്മൾ നോക്കി വെക്കും. എന്നിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, കോസ്റ്റ്ലി കമ്മോഡിറ്റി പകരം നമ്മൾ ചീപ്പർ കമ്മോഡിറ്റി, അതേ യൂസ്ഫുൾനെസ് നമുക്ക് കിട്ടുന്ന ചീപ്പർ റേറ്റിലുള്ള കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടും ലോ ഓഫ് ഡിമാൻഡിൻ്റെ കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആവാം. പിന്നെ പറയുന്നതാണ് പ്രൈസ് ഇഫക്റ്റ്. വെൻ ദർ ഇസ് എ fall in price of any commodity, the consumers who were not purchasing that commodity earlier will now purchase some units of the commodity. അതായത് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഇതിനു മുമ്പിൽ ആ സാധനം വാങ്ങിക്കാത്ത കൺസ്യൂമേഴ്സ് വാങ്ങിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്യും,
ചെയ്യും, ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആവും. അപ്പോൾ ഇതാണ് ഡിമാൻഡ് കർവ് എപ്പോഴും സ്ലോപ്സ് ഡൗൺവേർഡ്സ് ആവാനുള്ള റീസൺസ്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ സെയിം commodities are used by the consumers again and again, the satisfaction that we gained from each additional unit will become less and less. അതാണ് law of diminishing marginal utility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The next question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is elasticity of demand and the types of price elasticity. Elasticity of demand എന്ന് പറഞ്ഞാൽ the degree of responsiveness of quantity demanded to a change in price. അതായത് ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ല, ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നിങ്ങൾക്കറിയാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം ഇത് ഇന്ന് അപ്ലോഡ് ആവില്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, അങ്ങനെ പറയുന്ന കുറച്ച് ടൈപ്സ് ഉണ്ട്. അതാണ് നിങ്ങൾ നോക്കി പഠിച്ചോളൂ. അതിൻ്റെ ഓരോന്നിനെയും റഫായിട്ടുള്ള അതിൻ്റെ ഡയഗ്രം ഉണ്ട്, അതും സൈഡിൽ വരച്ചോളൂ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് മെത്തേഡ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് അക്കോർഡിംഗ് ടു ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫ്യൂച്ചർ ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതിന് സർവേ മെത്തേഡ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈൻ്റെ ഒരു ടൈപ്പാണത്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എക്സ്പ്ലെയിൻ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹെൻസ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് ദ ഫംഗ്ഷണൽ relationship between this kind of input and output is known as production function. Functional relationship between input and output. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ പോൾ എച്ച് ഡഗ്ലാസ് ആൻഡ് CW കോബ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നത്. വൺസ് അഗെയിൻ പോൾ എച്ച് ഡഗ്ലാസ് ആൻഡ് CW കോബ് ഓഫ് ദ USA ഹാവ് സ്റ്റഡീഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ അമേരിക്കൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ദേ ഫോർമുലേറ്റഡ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് ഫംഗ്ഷൻ the production or the output is depend upon, or it is the function of two inputs like quantity of labor and the quantity of capital. ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ട്പുട്ട് തീരുമാനിക്കുന്നതെന്ന് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ഫംഗ്ഷൻ about 3/4 of the increase in output is due to the labor and the remaining 1/4 is due to the capital. അപ്പോൾ പിന്നെ ഔട്ട്പുട്ടിലെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെയും ഇൻക്രീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് മീൻസ് ഏകദേശം 3 ഭാഗവും ഉണ്ടാകുന്നത് ഡ്യൂ ടു ദ ലേബർ ഇഫക്റ്റും ദെൻ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ഇഫക്റ്റും കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് ഇറ്റ്സ് എസംഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ വൺ സിംഗിൾ ഇൻപുട്ട് ഫാക്ടർ കീപ്പിംഗ് വേരിയബിൾ ആൻഡ് അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റൻ്റ് ആയിട്ട്. മറ്റുള്ള ഒരു ഫാക്ടർ മാത്രം ഇൻപുട്ട് ഫാക്ടറിന് അതിലുള്ള ചേഞ്ചസ് ആണ് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നത്, അത് മാത്രമേ വേരിയബിൾ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അസംഷൻസ് നോക്കുക. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള വാട്ട് ഈസ്
isoquants and isoquants, ISOQUANTS. അപ്പോൾ the word iso stands for equal and quant stands for quantity. അപ്പോൾ isoquants means equal quantity and isoquants means equal cost. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കി പഠിച്ചോളാം. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൈസിങ് ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രൈസിങ്. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമുള്ളതാണ് നോക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് BP, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് വെച്ചാൽ പോയിൻ്റ് വേർ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്, പ്രോഫിറ്റോ ലോസോ അല്ലാത്ത ഒരു പോയിൻറ്റിനാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ. അവിടുന്ന് അങ്ങോട്ടേക്ക് മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ്, ഹൗ ടു പ്രൈസ് ദ ന്യൂ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണ് തീരുമാനിക്കൽ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിമോണിറ്റൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ ഇക്കോണമി. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഡിമോണിറ്റൈസേഷൻ എന്താണ്? അപ്പോൾ ഡിമോണിറ്റൈസേഷൻ്റെ ഇഫക്റ്റ് മൂലം നമ്മളെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായ ഇമ്പാക്റ്റ്, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഡിമോണിറ്റൈസേഷൻ മൂലം. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, അതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ആസ് വെൽ ആസ് സിലബസ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് പേപ്പർ റീഡിങ്ങും എക്സ്ട്രാ റീഡിങ്ങും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. Then what is GDP deflator? Then what are the issues of Indian economy? നമ്മൾ ഇന്ത്യൻ economy is a developing economy and so many issues and problems are faced by the Indian economy. Then what are such issues? നോക്കി വെക്കുക. Then next, what are the components of gross domestic product, GDP? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്. 19 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചെറിയ തോതിൽ ആൻസറും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ആൻസേഴ്സൊക്കെ നിങ്ങൾ കണ്ടെത്തി വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗെയിൻ ഐ ആം ഡീപ്ലി താങ്ക്ഫുൾ ടു യു ഓൾ ദാറ്റ് our channel got 1K plus subscribers through your continuous support. Thank you once again.